ഹായ് ഓൺ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചൺ ടൂറുമായിട്ടാണ് കേട്ടോ. കിച്ചൺ റിനോവേറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒരുപാട് കമൻസിലൂടെ വരാറുണ്ട്, തുറന്ന് കാണിക്കുമോ, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമോ, കിച്ചൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുമോ, ടൂർ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കിച്ചൺ ടൂർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കിച്ചൺ തന്നെ മുന്നത്തെ ലുക്കിൽ ഞാൻ ആദ്യം ഒരു കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ലുക്ക് കളറേ മാറ്റിയിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര ലുക്കിൽ ഭയങ്കര ഡിഫറൻസ് വന്നു. അപ്പോൾ ഇതാ വീണ്ടും കിച്ചൺ ടൂറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണ് എൽ ഷേപ്പിലാണ് കേട്ടുള്ളത്. ഇത് ശരിക്ക് മെയിൻ കിച്ചണും വർക്ക് ഏരിയ ആയിരുന്നു. എനിക്ക് രണ്ട് കിച്ചണോട് താല്പര്യമില്ലാത്ത കാരണം ഞാനിത് രണ്ടും കൂടെ ഒന്നാക്കിയിട്ട് അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടാണ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്ലാനിൽ തന്നെ അങ്ങനെയായിരുന്നു, ചെയ്ത സമയത്ത് തന്നെ അങ്ങനെയാണ് ചെയ്യിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് രണ്ട് കിച്ചണില്ല, ഒറ്റ കിച്ചണാണ് കേട്ടോ. എൽ ഷേപ്പിലാണ്. ഇതിൻ്റെ ഒരു സൈഡ് വരുന്നത് ഇങ്ങനെയും, മറ്റേ സൈഡ് ഒരു സൈഡിലാണ് നമുക്ക് ഹോബ് സിങ്ക് ഒക്കെ ഉള്ളത്, മറ്റേ സൈഡ് അങ്ങനെ ഒരു കിച്ചൺ ആക്കിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ബേസൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ റിനോവേറ്റ് ചെയ്തപ്പോൾ അത് മാറ്റി കേട്ടോ. ഇതാണ് നമ്മളെ പാഷ്യോക്കുള്ള ഡോറ്, അതിപ്പോൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്ത ഭാഗത്തൊരു മതിലായിരുന്നു, പ്ലാനിൽ അത് ചെയ്യാതെ ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ കിച്ചണിക്ക് ഇതാ ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഡോറാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഇതാ ഒരു ടോൾ യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഇതും 13 വർഷം മുന്നേ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ കളറ് മാറ്റിയപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരുപാട് കമൻസ് ഇതിനെക്കുറിച്ച് സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടോൾ യൂണിറ്റ്. ഒരു സ്റ്റോറിൻ്റെ ഉപയോഗമാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഒരു സ്റ്റോറിൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ വെക്കുമോ അതൊക്കെ ഞാൻ വെക്കാറുണ്ട്. ഐ മീൻ കുക്ക് ചെയ്യാനുള്ളത്, അതേപോലത്തെ മസാലകൾ, വേറെ സംഭവങ്ങളൊക്കെ കേട്ടോ, എക്സ്ട്രാ വരുന്ന പാക്കറ്റ്സ് ഒക്കെ വെക്കാറുണ്ട്. ഇത് ഞാൻ കാര്യമായിട്ട് ഇതിൻ്റെ ഒരു ടോൾ യൂണിറ്റിൻ്റെ ഒരു ഉപയോഗം കണ്ടത്, എല്ലാ സാധനവും നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്ന കാരണം ഏതൊക്കെ സാധനങ്ങളാണോ തീർന്നു പോണത്, എന്തൊക്കെയാണോ ഫില്ല് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണോ ഉപയോഗിക്കാതിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒക്കെ ഞാൻ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും അത്യാവശ്യം വെയിറ്റ് താങ്ങും കേട്ടോ ഈ ഒരു യൂണിറ്റ്. ഒലീവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഇത്. 13 വർഷം മുന്നേ വെച്ചതായതുകൊണ്ട് ഇപ്പോൾ ആ ബ്രാൻഡൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളി ബ്രാൻഡ് കേട്ടോ. 13 വർഷമായിട്ട് ഇതിനൊരു കംപ്ലൈൻറ്റോ വേറുള്ളതോ ഒന്നുമില്ല. ഇപ്പം ജസ്റ്റ് പെയിൻറ്റ് വൈറ്റ് ആക്കിയെന്നേ ഉള്ളൂ, അന്ന് പോളിഷ്ഡ് കളറായിരുന്നു റെഡ്, അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോൾ യൂണിറ്റ്. ടോൾ യൂണിറ്റിൻ്റെ ഈ സൈഡിലേക്കുള്ള റാക്കിൽ ആദ്യം ഒരു ബേസൻ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഇപ്പോൾ ദാ ഒരു വിൻഡോ ഉണ്ട് ഇവിടെ. ആ വിൻഡോൻ്റെ രണ്ട് സൈഡിലായിട്ട് അപ്പർ ക്യാബിനറ്റ് ഉണ്ട് കേട്ടോ. ഇതും ആദ്യത്തെ തന്നെയാണ്, കളർ മാറ്റിയിട്ടേ ഉള്ളൂ. പുതുതായിട്ട് ആഡ് ചെയ്തതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ കുറേ കോഫി മഗ്സും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ എനിക്ക് കുറച്ച് മഗ്ഗുകളൊക്കെ വാങ്ങുന്ന കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളർഫുൾ കോഫി മഗ്സൊക്കെ കാണുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. പല സ്ഥലത്ത് പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതും, അതേപോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ആയിട്ട് വാങ്ങിയിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ടാവില്ല, ചില സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങിയതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടാവും, ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ഐക്യൻ്റെ ജ്യൂസ് ഗ്ലാസ് ഒക്കെയാണ് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, എനിക്കിതിനോട് കുറച്ചൊരു ക്രേസാണ് കേട്ടോ. അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊക്കെ കോഫി മഗ്സൊക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കപ്പ് ഹോൾഡർ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ കൂടെ ചോദിക്കാറുണ്ട്. ഇത് ആമസോണിൽ വാങ്ങിയതാണ് കേട്ടോ. ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം. ഇതിൽ 2 കപ്പും കൂടി വെക്കാനുള്ള ഹുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അത് കൺജസ്റ്റഡ് ആവണ്ട, അങ്ങനെ തട്ടി നിൽക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഊരി വെച്ചിട്ടുള്ളതാണ്. അത് ആവശ്യത്തിന് ഊരി വെക്കാനും അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈഡിലാണ് നമ്മൾ ഓവൺ കൊടുത്തിട്ടുള്ളത്, ഇൻബിൽട്ട് അല്ല കേട്ടോ. മേലുള്ളത് OTGയും താഴെയുള്ളത് കൺവെൻഷൻ മൈക്രോവേവ് ഗ്രില്ല് ടൈപ്പുമാണ് കേട്ടോ. കോമ്പിനേഷൻ ടൈപ്പാണ്. രണ്ടും നമ്മൾ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് എതിർ സൈഡിലുള്ള ഈ ഒരു ചുമരിൽ ഇത് ആദ്യം തന്നെ ഉള്ള നമ്മുടെ പഴയ ഓർമ്മയ്ക്ക് വേണ്ടി ആദ്യത്തെ കിച്ചൻ്റെ ഈ ഒരു സംഭവം കളറും പോളിഷും ആയിരുന്നു കേട്ടോ നമ്മളെ കിച്ചൺ ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ വൈറ്റിക്ക് മാറ്റിയത്. ഈ ഒരു കബോർഡിൽ ഈ റാക്ക് ഞാൻ ഇപ്പോൾ പുതുതായിട്ട് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. അതിങ്ങനെ ഒറ്റ
നീളത്തിലുള്ള ഷെൽഫായിരുന്നു. പക്ഷേ വീതി കുറവായ കാരണം എനിക്കങ്ങനെ നീളത്തിലുള്ള വെയ്സൊക്കെ വെക്കാൻ പേടിയായിരുന്നു കേട്ടോ, മറിഞ്ഞ് ചാടിയാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാനതിൽ തട്ടടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ക്യൂരിയസ് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു. എന്നതാ ഇനിയിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ചെയറും ആ ഒരു ഡിസൈനും മാത്രമാണ് ആ കളറിൽ നിർത്തിയിട്ടുള്ളത്. അതും വെള്ള ആക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഇതാ ഒരു ടിഷ്യൂ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിംഗ് റാപ്പും അലുമിനിയം ഫോയിലും ടിഷ്യൂവും കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അതിൻ്റെ മുകളിലും ഇവിടെ ഒരു ക്യാബിനറ്റ് ഉണ്ട്. ഇതിൽ ഞാൻ മിക്സിംഗ് ബൗള് അതേപോലെ മഗ്ഗുകൾ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആദ്യം തന്നെ ഉള്ളതാണ്. ഇപ്പോൾ വൈറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഹൈഡ്രോളിക് ആയിട്ടുള്ള ഡോറാണ് അന്നത്തെ മോഡൽ. ഇവിടെ ഇതന്നെയാണ് നല്ലതെന്നാണ് തോന്നിയത്. അതാണ് പിന്നെ മാറ്റമൊന്നും വരുത്താതിരുന്നത്. കംപ്ലൈൻറ്റുകളോ ഒന്നുമില്ല കേട്ടോ. ഹൈഡ്രോളിക് വരെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പിന്നെ നമ്മൾ പുതുതായിട്ട് അപ്പർ ക്യാബിനറ്റ് ചെയ്തതൊക്കെ ഹൈഡ്രോളിക് അല്ലാതെ തന്നെ ചെയ്തത്. അതേപോലെ ഈ ഒരു കപ്പ് ഹോൾഡറിൻ്റെ ലിങ്ക് ചോദിച്ചിരുന്നു. ഇത് ലിങ്ക് ഇല്ല കേട്ടോ. ഇത് മലേഷ്യയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇവിടെ ഞാൻ ഈ ഒരു മാറ്റ് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ പ്ലേറ്റൊക്കെ വെക്കുമ്പോൾ, ചൂടുള്ള സാധനമൊക്കെ വെക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 4 സെറ്റ് ആയിരുന്നു. ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഈ റാക്കിൻ്റെ ഇടയിലുള്ള കബോർഡ്സിലൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മളെ കോഡ്ലെസ് വാക്യൂം ക്ലീനർ, അതിൻ്റെ ആക്സസറീസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ടിഷ്യൂവിൻ്റെ റോള്, അതേപോലെ ഞാൻ എല്ലാ ക്യാബിനറ്റിലും ലൈനർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വന്നത് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ലൈനർ ആയതുകൊണ്ട് ലൈനർ ഇട്ടതൊന്നും അറിയില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കബോർഡ്സിൻ്റെ ഉള്ളിലൊക്കെ ലൈനർ ഇടുകയാണെങ്കിൽ സ്ക്രാച്ച് ആവാതിരിക്കാൻ, നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഈ 2 ഡ്രോയർ പ്ലേറ്റ് സെറ്റൊക്കെ മുന്നേ ഉള്ളത് തന്നെയാണ്. അതൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അപ്പുറത്താണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെലാമിനാണ് കേട്ടോ. മറ്റേതൊക്കെ പൊട്ടുന്നതാണ്. ഇത് ഞാനതൊക്കെ മാച്ചായിട്ട് ബ്ലാക്കിൽ മെലാമിൻ്റെ ഇത് കണ്ടപ്പോൾ, സെർവിങ് ഡിഷുകൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെ തന്നെ താഴെയും കൂടെ ഒരു ഡ്രോയർ ഉണ്ട്. ഒക്കെ സ്ലോ ക്ലോസറാണ്. നമ്മളങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് പോയിട്ട് ക്ലോസ് ആയിക്കോളും. അതൊക്കെ നമ്മൾ മാറ്റി കേട്ടോ. ആദ്യത്തെ സ്ലോ ക്ലോസർ ആയിരുന്നില്ല, സാധാരണ സ്ലൈഡർ ആയിരുന്നു. ഇപ്പോൾ അത് സ്ലോ ക്ലോസറാക്കി. അതേപോലെ ഈ ഭാഗത്തും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിന്നർ സെറ്റിൻ്റെ ബാക്കിയാണ്. നമ്മൾ 4 ആളല്ലേ വീട്ടിലുള്ളൂ. അപ്പോൾ അവർക്ക് കണക്കാക്കിയ പ്ലേറ്റ് ഞാൻ അപ്പുറത്ത് വെക്കുള്ളൂ. വേറെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവിടെ ഗസ്റ്റിന് അല്ലാതെ വീട്ടിൽ ഉപയോഗിക്കാൻ അങ്ങനെയല്ല കേട്ടോ. എല്ലാതും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് നമ്മൾ ഗസ്റ്റിന് കൊടുക്കുക. അതിനായിട്ട് മാറ്റി വെച്ചിട്ടില്ല. എല്ലാ പാത്രങ്ങളും ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുള്ളപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കും, അത്രമാത്രം. പിന്നെ നമ്മൾ വീട്ടിലുള്ള എപ്പോഴും കിച്ചൺ ക്ലീനായി കിടക്കാൻ നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ 80% പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കാതെ 20% മാത്രമേ ഒരു ദിവസം ഉപയോഗിക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു 80% ഉപയോഗിക്കാനുള്ളടുത്ത് വെച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ ഒരു ഡ്രോയറിൽ പിന്നെ ഞാൻ എൻ്റെ മൈക്ക്, അതുപോലെ ചാർജറുകൾ, ഗിംബൽ, ഇത് ക്യാമറ തുറക്കാനുള്ള ടിഷ്യൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ സെറാമിക് കപ്സ് വെച്ചിട്ടുണ്ട്. താഴെ ഒരു ഡ്രോയറും കൂടെ ഉണ്ട്. അതിപ്പോൾ എംറ്റിയാണ് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് നിറച്ച് വെച്ചിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് സാധനങ്ങൾ കുറയുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കാലിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 ഡ്രോയർ ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ അയൺ ബോക്സ് അങ്ങനെ വെച്ചിട്ടുള്ളത് എംറ്റിയാണ്. അതിലൊന്നും ഫില്ലാക്കിയിട്ടില്ല. ഈ ടേബിളിൻ്റെ താഴെയും ഒരു കബോർഡ് ഉണ്ട്. അവിടെയും ഇപ്പോൾ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടേബിൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ അധികവും ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ, ഗസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ മാത്രമാണ് ഡൈനിങ് ടേബിൾ നമുക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്, ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാനും എളുപ്പമാണ്, ഒക്കെ എളുപ്പമാണ് കേട്ടോ. ഈ ഒരു ചെയർ നമ്മൾ കളർ മാറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ പോളിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ചെയ്യണം. പിന്നെ ഇവിടെ ആണ് പുതിയ ക്യാബിനറ്റ് ഉണ്ടാക്കിയത്. അപ്പർ ക്യാബിനറ്റ് 2 സൈഡിലും
ചിമ്മിണീൻ്റെ 2 സൈഡിലും അപ്പുറത്തും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ വെച്ചിട്ടുള്ളൂ, മിനിമലൈസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെറാമിക്കിൻ്റെ ട്രേ ഇക്സോറൻ്റെ ആണ് കേട്ടോ. ഇത് 2 സൈസിൽ വാങ്ങിയിട്ടുണ്ട്, വലുത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ചൈനീസ് ടീ സെറ്റും ആ ട്രേയും ഒരേ കളറായപ്പോൾ ഞാൻ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ള കേട്ടോ. ഇത് പിന്നെ അതാ ടീ ഒക്കെ കൊടുക്കുമ്പോൾ മഗ് വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ഉള്ള ഒരു സംഭവമാണ്. മോന് സ്കോട്ട്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടത്. അപ്പോൾ അത്രയാണ് ആ കബോർഡിൻ്റെ ഉള്ളിലുള്ളത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പുതിയത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഈ ജോർജിയൻ ബാറുള്ള കബോർഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്താൽ കേട്ടോ. ഇത് ഈ പ്ലാനിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ, അന്ന് ചെയ്തില്ല, ഇപ്പോൾ ചെയ്തു. ഇവിടെ ഒരു സിമ്പിളായിട്ട് ടിഷ്യൂ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു വാട്ടർ ഡിസ്പെൻസറും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇത് പ്ലാന്ററല്ല കേട്ടോ, നമ്മൾ ഗാർലിക്കിൻ്റെ ബോക്സാണ്, മീഷോയിൽ വാങ്ങിയിട്ടുള്ളതായിരുന്നു. പക്ഷെ അത് പ്ലാന്ററാക്കി വെക്കുമ്പോഴേ എനിക്ക് ഒന്നും കൂടി ഭംഗി തോന്നി, അപ്പോൾ ഞാനതിൽ മണി പ്ലാന്റ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു വാട്ടർ ഡിസ്പെൻസറും വെച്ചിട്ടുണ്ട്. ഈ വാട്ടർ ഡിസ്പെൻസറിൻ്റെ സ്റ്റാൻഡും ഇതും മീഷോയിൽ വാങ്ങിയിട്ടുള്ളതാണ്, വുഡൻ സ്റ്റാൻഡ് കേട്ടോ. പിന്നെ ഇതാ ഹോബ് മാറ്റിയിട്ടുണ്ടായിരുന്നു, ആദ്യം എലിഗിയായിരുന്നു, ഇപ്പോൾ ഇതാ ഫേബറിൻ്റെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ പറയുമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എലിഗനോട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എലിഗയാണ് ഇഷ്ടം കേട്ടോ. ഇത് ഈ ഒരു 3 റിങ്ങുള്ള ടൈപ്പ് തന്നെയാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ എലിഗക്ക് ഭയങ്കര ചൂടും ഭയങ്കര ഫ്ലെയിമും ആയിരുന്നു കേട്ടോ. അതിനനുസരിച്ച് ഗ്യാസും കൂടുതൽ കഴിയുമായിരുന്നു, പക്ഷെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു ഉപകാരമായിരുന്നു കേട്ടോ. എത്രയും കുറച്ച് വെക്കാനും പറ്റും, എത്രയും കൂട്ടി വെക്കാനും പറ്റും. ഇത് അത്ര അങ്ങോട്ട് കുറച്ച് വെക്കാൻ കഴിയണില്ല, അത്രയ്ക്ക് തന്നെ കൂടും ചെയ്യൂല കേട്ടോ. പക്ഷെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ. അത് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിരുന്നു, അല്ല ഇതിന് ബാറ്ററിക്കാണ് ഓട്ടോ ഇഗ്നീഷൻ വരുന്നത്, അതിന് കറണ്ടിനായിരുന്നു, അത്രയും വ്യത്യാസം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ചിമ്മിണി സെയിം തന്നെയാണ്, ഇത് നല്ല സക്കിങ് പവറുള്ള ചിമ്മിണിയാണ്. അപ്പോൾ പിന്നെ ഞാനത് മാറ്റിയിട്ടില്ല. ഞാൻ ഹോബിൻ്റെ അടുത്ത് തന്നെ ഇവിടെ നമ്മളെ കോക്കനട്ട് ഓയിലും വിനെഗറും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഉപ്പും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടീ കോഫി ഷുഗറിൻ്റെ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ക്യൂരിയോസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ ഒരു ടീ കോഫി ഷുഗർ വെക്കാമെന്നുള്ള പ്ലാനിങ് തന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചാണ് കബോർഡിൻ്റെ താഴെ. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഇതേപോലത്തെ കോഫി മഗ്സും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്, മെഷറിങ് കപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മെഷറിങ് കപ്പ് ഒന്ന് നെസ്തേഷ്യൻ്റെ ആണ്, ഈ സ്ട്രോബെറി ഉള്ളത്. മറ്റേത് ഒമേഗൻ്റെ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ, മദ്രാസ് ഒമേഗത്തെ. ഞാൻ ഓൺലൈൻ കൂടെ തന്നെ വാങ്ങിയതാണ്. ഈ കോഫി കപ്പൊക്കെ ഇതൊക്കെ എന്നും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. മോള് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കുന്നതും ഒക്കെയാണ്. ഇതും നമ്മൾ ട്രാവലിങ്ങിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയ സെറാമിക്കിൻ്റെ കപ്പാണ് കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. സിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിങ്ക് അന്ന് വെച്ച സിങ്ക് തന്നെയാണ്, ഇപ്പോൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എന്താ പിന്നെ സിങ്കിൻ്റെ ബ്രാൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ അടി പോയി തപ്പണം കേട്ടോ, ഓർമ്മയില്ല. അപ്പോൾ സിങ്ക് ഇവിടെ കോട്ടക്കലിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ സൈഡിലാണ് കബോർഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഫുള്ള് ഞാൻ ഡെയിലി കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സെറാമിക്കിൻ്റെ പോട്ടുകളാണ് വെച്ചിട്ടുള്ളത്. ഇത് നെസ്തേഷ്യൻ്റെ പോട്ടാണ്, കുക്കിംഗ് പോട്ടാണ് കേട്ടോ. സെറാമിക് പോട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കമൻറ്റ് കൂടെ ചോദിച്ചിരുന്നു. സെറാമിക്കിൻ്റെ കുക്കിംഗ് പോട്ടിൽ കുക്ക് ചെയ്യാം കേട്ടോ. ഈ റെഡ് അതേപോലെ നേരത്തെ കാണിച്ച ബ്ലാക്കും ബ്ലൂവും കൂടെ ഉള്ളതൊക്കെ കുക്കിംഗ് പോട്ടാണ്. പക്ഷെ പിങ്ക് സെർവിങ് പോട്ടാണ് കേട്ടോ. അങ്ങനെ കുക്കിംഗ് പോട്ട് തന്നെ നോക്കി വാങ്ങണമെങ്കിൽ നമുക്ക് എത്ര ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഈ സൈഡിലും ഇതാ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ടീ പോട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട്. താഴെ കാണുന്ന ഈ ഒരു പോട്ടിന് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലിങ്ക് തരുമോ ചോദിച്ചിട്ട്. ഇത് ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ, ഇത് നോൾട്ടൻ്റെ ആണ്. അന്ന് ഞാൻ ഇത് ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിയത്, കാലിക്കറ്റ്. ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൺലൈനിൽ ഞാൻ നോക്കി, പക്ഷേ ഇല്ല കേട്ടോ, കിട്ടുമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം വോളിയുള്ള പോട്ടാണ് കേട്ടോ. അതവിടെയൊക്കെ ഞാൻ ലൈനർ ഇട്ടിട്ടുണ്ട്. സെറാമിക്കിൻ്റെ പോട്ടായതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്ക്രാച്ചസൊക്കെ വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലും ഞാനൊരു കപ്പ് ഹോൾഡർ വെച്ചിട്ടുണ്ട്. ഏത് കപ്പ് ഹോൾഡറിൻ്റെ ആണെന്ന് അറിയില്ല, എപ്പോഴും എന്നോട് ലിങ്ക് ചോദിക്കാറുണ്ട് ഓരോരുത്തർ. ഇതും ആമസോണിൽ വാങ്ങിയത് തന്നെ കേട്ടോ. പിന്നെ ഞാനിവിടെ അങ്ങനെ ഒരു
ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകണ പാത്രങ്ങൾ അതിലിട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങ് സിങ്ക് തന്നെ ചാടിക്കോളും. ഈ ഫോർസെറ്റ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ പുൾ ഔട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. വലിയ ഫോഴ്സ് വെള്ളത്തിനില്ല, പക്ഷേ നമ്മൾ അതിന് ഒരു മെഷീന് ബാക്കിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓണാക്കി ഇടാറില്ല. പ്രഷർ പമ്പ് ഇട്ടാൽ വെക്കാറുണ്ട്. ഞാൻ ഓണാക്കിയിടാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം സിങ്കിൽ പാത്രം കഴുകാറില്ല. അപ്പോൾ കുറച്ച് വെള്ളം മതി നല്ലോണം കബോർഡൊക്കെ നനയാതിരിക്കുക എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കെറ്റിൽ വെച്ചിട്ടുണ്ട്, ഈസി കുക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായ കാരണം ഓബിൽ ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2 ഓപ്പൺ ഷെൽഫാട്ടോ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫായിരുന്നു. അവിടെ കണ്ട ഇക്സോറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ സെർവിങ് പ്ലേറ്റ്, അതിൻ്റെ വലിയ സൈസാണ് കേട്ടോ അത്. പിന്നെ അത് അവിടെ കുറച്ച് ടവൽസും അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ബാസ്ക്കറ്റിൽ. ഒരു മിക്സിംഗ് ബൗളിൽ ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതും ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ഓൺലൈനല്ല. ഇതിൻ്റെ ലിങ്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ എഗ്ഗിൻ്റെ ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാനിങ്ങനൊരു സംഭവം അടിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് മുന്നേ അടിച്ചതാണ്, പക്ഷെ ഇതുവരെ ഇങ്ങനെ ഗമ്മാണ് കേട്ടോ, അത് ഒട്ടിക്കണതാണ്. പക്ഷേ പറഞ്ഞു പോരേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കബോർഡ് വെച്ചപ്പോഴും അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അത് അവിടെ തന്നെ ഉണ്ട്. ഇതേപോലെ ഞാൻ ഗ്ലൗസും ഒക്കെ തൂക്കണതാണ് കേട്ടോ. അത് ഇതാ നമുക്കിവിടെയും ഒരു വിൻഡോ ഉണ്ട്. ഇങ്ങോട്ടാണ് എൻ്റെ സ്റ്റോർ റൂം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എഗ് ബീറ്റർ അതേപോലെ സ്റ്റാൻഡ് മിക്സറൊക്കെ അതിൻ്റെ ഉള്ളിലാട്ടോ വെക്കുക. ഇതിൻ്റെ താഴെ ഇത് നമ്മുടെ ഓയിൽ പുള്ളൗട്ടിൻ്റെ ഡോറായിരുന്നു കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു കബോർഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓയിൽ പുള്ളൗട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറിൽ ഗ്രില്ല് ചെയ്തു. പിന്നെ ഇവിടെ ചെറിയൊരു കബോർഡാക്കി അതിൽ ഞാൻ ട്രേകൾ വെച്ചിട്ടുണ്ട്, നമുക്ക് സെർവിങ് ട്രേകൾ. ഇപ്പുറത്ത് ഇതിങ്ങനെ പുള്ളൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ട്രേ ആണ് കേട്ടോ അതിലുള്ളത്. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉദ്ദേശിച്ചത് നമ്മൾ ചാർജ് ചെയ്യുന്ന നമ്മുടെ ചോപ്പറൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ബ്ലെൻഡറൊക്കെ, അതൊക്കെ ചാർജ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ മിക്സി വെക്കാമെന്നൊക്കെ വിചാരിച്ചത്. ബാക്കിൽ പ്ലഗും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ യാത്രയിലൊക്കെ കൊണ്ട് നടക്കുന്ന വണ്ടിയിൽ യൂസ് ചെയ്യുന്ന കോഫി മഗ്സ്, അതേപോലെ ജിമ്മിലേക്ക് കൊണ്ടുപോകണ വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചതാണ് കേട്ടോ. എന്നാൽ പിന്നെ എടുക്കാൻ എളുപ്പമാണ്, കഴുകി ഉണക്കി അവിടെ തന്നെ വെക്കുകയും ചെയ്യും. അങ്ങനെ വെച്ചതാണ്. ഇതിൻ്റെ ബാക്കിൽ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇങ്ങോട്ട് വലിച്ചു വെച്ച് യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ നീക്കി വെക്കാം. അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ കോഡ്ലെസ് വാക്യൂം ക്ലീനർ ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് വെക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ ഇതേപോലത്തെ 2 ഡോറായിരുന്നു. അത് കട്ട് ചെയ്യിച്ചിട്ടാണ് ഞാൻ ഈ 3 ടാൻഡം ബോക്സസ് കൊടുപ്പിച്ചത് കേട്ടോ. ഇതിങ്ങനെ 3 ടാൻഡം ബോക്സാണ്. ഏറ്റവും മുകളിൽ സ്പൂൺസ് വെക്കാനുള്ള കട്ട്ലറി സെറ്റ് ഞാൻ ചെയ്യിപ്പിച്ചെടുത്താണ് കേട്ടോ. അത് നമ്മൾ ആദ്യം റെഡിമെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ സ്പൂൺസൊന്നും വെക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കള്ളികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മൾട്ടിവുഡിൽ ചെയ്യിപ്പിച്ചാണ്. ഇതെൻ്റെ അടി കൊടുത്തിട്ടില്ല. അടിഭാഗം ഈ ഒരു ടാൻഡം ബോക്സിൻ്റെ അടിഭാഗം തന്നെയാണ്. ഇത് ഞാൻ ക്ലീനാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിം ഇങ്ങോട്ട് എടുത്തിട്ട് ക്ലീനാക്കിയാൽ മതി. അതിൻ്റെ താഴെ ഞാൻ ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തരംതിരിച്ച് വെക്കാനായിട്ട് പറ്റുമല്ലോ. ടീസ്പൂണ്, ടേബിൾ സ്പൂണ്, ഫോർക്കുകൾ നമുക്ക് യൂസ് ചെയ്യാനും എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ കുറേ ഒക്കെ കിച്ചന് ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കാനും നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ ഹോബിൻ്റെ നേരെ താഴെ ഈ ഒരു ട്രേയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ടാൻഡം ബോക്സിൽ ഞാൻ ബേക്കിംഗ് ട്രേകൾ, അതേപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്രോവേവിൽ വെക്കാനും ഫ്രിഡ്ജിക്ക് വെക്കാനും കൂടെ പറ്റിയ പാത്രത്തിൽ ആണ് ഞാൻ സാധനങ്ങൾ മാറ്റി വെക്കാമെന്ന്. അപ്പോൾ ലിഡുള്ള അതിനൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത് അതേ സ്ഥാനത്ത് തന്നെ വെക്കും ചെയ്യും, എന്നാലാണല്ലോ പെട്ടെന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റുക. അതേപോലെ ഈ ചോപ്പർ, ഡെയിലി യൂസ് ചെയ്യുന്ന ഫ്ലാസ്ക് ഒക്കെ ഈ ഒരു ടാൻഡം ബോക്സിലാണ് കേട്ടോ വെക്കുക. ഇത് സിലിക്കോണിൻ്റെ ഒരു സിബ്ലോക്ക് കവറാണ് കേട്ടോ. ഇത് നമുക്ക് ബാഗിൽ തന്നെ എന്തെങ്കിലും കൊണ്ടുനടന്നാലും ലീക്കാവില്ല, അത്ര ക്വാളിറ്റിയാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇതൊക്കെ നമ്മൾ നെസ്റ്റേഷ്യൻ്റെ ലിഡുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അതിലാക്കി വെച്ചാൽ നമുക്ക് ഓവനിൽ ചൂടാക്കാനും പറ്റും,
സെർവ് ചെയ്യാനും പറ്റും, ബാക്കി ഫ്രിഡ്ജിക്ക് വെക്കാനും അത് തന്നെ മതി. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ കഴുകാൻ കുറേ കുറവായിരിക്കുമല്ലോ ഉണ്ടാവുക, ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം കേട്ടോ. പിന്നെ ഏറ്റവും താഴെ ഞാൻ ലിഡുകൾ, അതേപോലെ ഇഡ്ഡലി തട്ട്, കാസറോള്, സ്റ്റീമർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ അടിയിൽ ഞാൻ ലൈനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാനും ശബ്ദം ഉണ്ടാവാതിരിക്കാനും ഒക്കെ നല്ലതാട്ടോ. പിന്നെ ഈ ഒരു 3 ഡ്രോയർ ഉണ്ടല്ലോ, ഈ 3 ഡ്രോയർ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓയിൽ പുൾ ഔട്ട് കൊടുക്കുന്നതിനേക്കാളും ഇതേപോലെ ഡ്രോയേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞല്ലോ ഓയിൽ പുൾ ഔട്ട് ഞാൻ ഒഴിവാക്കിയെന്ന്. അതായത് ഇങ്ങനെ വലിച്ചു വെച്ചാൽ എനിക്ക് ആവശ്യമുള്ള, നമ്മൾ എല്ലാ കുക്കിങ്ങിലും മിക്കവാറും യൂസ് ചെയ്യുന്ന മസാലകളൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു മസാല ബോക്സ് യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക്. പിന്നെ അതിന് നേരെ താഴെ എല്ലാത്തിലും യൂസ് ചെയ്യാത്ത നമ്മുടെ സ്പൈസസും ഓയിലും ഒക്കെ വെച്ചിട്ടുണ്ട്. സാമ്പാർ കായം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 3 ഡ്രോയേഴ്സാണ്. ഈ 2 ഡ്രോയറിലുമാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. താഴത്തത് ഇപ്പോൾ കാലിയാണ്. ഇതിൽ ഞാനൊരു ഇടികല്ല് വെച്ചിട്ടുണ്ട്. അത് തൽക്കാലം അവിടെ എടുത്ത് വെച്ചതാണ്, നമ്മൾ ഇപ്പം അതിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഓയിൽ പുൾ ഔട്ടിനേക്കാളും യൂസായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാട്ടോ. എല്ലാവരും ഹോബിൻ്റെ അടുത്ത് ഓയിൽ പുൾ ഔട്ട് കൊടുത്ത് ഞാൻ കാണാറുണ്ട്, ഞാനും കൊടുത്തിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു എത്രയും മടങ്ങ് യൂസ്ഫുൾ ആവൽ ഇങ്ങനെ ചെയ്താലാണ് കേട്ടോ. ഇനിയിപ്പോൾ കിച്ചൺ ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ സിങ്കിൻ്റെ അടിയിലുള്ള ഈ 3 കബോർഡ്സിലാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും ക്ലീനിങ് സംഭവങ്ങളൊക്കെ വെക്കാറുള്ളത്. അത് വേറെ ഒന്നുമല്ല, ഈ ഭാഗത്താണല്ലോ ഡിഷ് വാഷർ, അപ്പോൾ പെട്ടെന്ന് എടുത്ത് വെക്കാൻ എനിക്ക് എളുപ്പമാണ് കേട്ടോ. ഈ ഒരു കബോർഡിൽ ഞാൻ താഴെ കുക്കറുകൾ, ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കറുകൾ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ സ്റ്റോർ റൂമിലാണ് വെക്കുക. അതേപോലെ പാനുകളും കേട്ടോ, എപ്പോഴും യൂസ് ചെയ്യുന്ന പാനുകളും ഇവിടെ അങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാൻ ഹാങ്ങർ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും കേട്ടോ, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ എന്തെന്ന് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്ലൈഡർ ഉണ്ടല്ലോ, അത് 2 സൈഡിലും കൊടുത്തിട്ട്, ഒരു പട്ടികൻ്റെ 2 സൈഡിലും കൊടുത്തിട്ട് ആ പട്ടികയിൽ ഹുക്കുകൾ പിടിപ്പിച്ചു കൊടുത്തു. അത് കവർ ചെയ്ത് ഇങ്ങനെ വെപ്പിച്ചു കൊടുത്തു കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കാർപ്പൻറ്റേഴ്സ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇങ്ങനെ ചെയ്യിപ്പിച്ചപ്പോൾ ആ ഒരു 2 സ്ലൈഡറിൻ്റെ എക്സ്പെൻസ് എനിക്ക് വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു 4/1 നമുക്ക് എക്സ്പെൻസ് വരുള്ളൂ കേട്ടോ റെഡിമെയ്ഡ് വാങ്ങുന്നതിൻ്റെ. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് പാനുകളൊക്കെ സ്ക്രാച്ച് ആവാതെ വെക്കാനും പറ്റും, പെട്ടെന്ന് എടുക്കാനും പറ്റും, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഞാൻ സിങ്കിൻ്റെ അടിയിലുള്ള ഈ ഒരു കബോർഡിലാണ് ക്ലീനിങ് പർപ്പസിനുള്ള സാധനങ്ങളൊക്കെ വെക്കുക. പിന്നെ ആ മൂലൊക്കെ കാണുന്നുണ്ടല്ലോ, അതാണ് പ്രില്ലാണ് കേട്ടോ. അത് പ്രില്ലിൻ്റെ ബോട്ടിലേക്ക് ആ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇവിടെ ഇതിൽ ഡിഷ് വാഷിംഗ് ലിക്വിഡ് നമുക്ക് കിട്ടും കേട്ടോ. അല്ലാതെ ബോട്ടിലാക്കി വെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. മേലെ വെച്ചിട്ടുള്ളത് ഹാൻഡ് വാഷാണ്. പിന്നെ ഇതാ സ്പഞ്ച്, ഞാനവിടെ ഒരു സ്പഞ്ച് വെക്കുന്ന സംഭവം വാങ്ങിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ബ്രഷുകളൊക്കെ ഹാങ് ചെയ്തിടും. അങ്ങനെ ക്ലീനിങ്ങിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാറ്റ വരാതിരിക്കാനുള്ള ജെല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇങ്ങനത്തെ സ്ഥലത്താണ് അധികം പാറ്റകൾ വരിക. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറ്റ വരാറില്ലെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ പാനുകൾ, നമ്മളെ സോസ് പാനുകളും ഒക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. അല്ലാതെ എപ്പോഴെങ്കിലും ഒരു മാസത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന സാധനമൊക്കെ സ്റ്റോറിലാണ് കേട്ടോ വെക്കുക. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് അങ്ങോട്ട് സ്ഥലമുണ്ട്. അവിടെ ഞാനൊരു റാക്ക് വെച്ചിട്ട് എപ്പോഴും യൂസ് ചെയ്യാത്ത ബിരിയാണി പോട്ട് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ 3 ടാൻഡം ബോക്സ് ഉണ്ട്. ഇവിടെ ഒരു കബോർഡും കൂടെ ഉണ്ട്. ഇതിൽ ഞാൻ നമ്മുടെ കൊളാണ്ടർ, റൈസ് കുക്കർ ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ലൈനർ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഡിഷ് വാഷറിൻ്റെ അടുത്താണ് ഈ 3 ടാൻഡം ബോക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാണ് നമ്മൾ ഗ്ലാസ്, ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഡിഷ് വാഷറിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റും. കുറേ ബുദ്ധിമുട്ട് കുറവാണ്, കുറേ സമയം ലാഭമാണ് കേട്ടോ. ഡിഷ് വാഷറിൽ നിന്ന് എടുക്കും, ഇതിലേക്ക് എടുത്ത് വെക്കും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്.
ഇതിൻ്റെ മുകളിലുള്ള ടാൻഡം ബോക്സിൽ ഫുള്ള് ഗ്ലാസ്സസ് ആണ് കേട്ടോ. നമ്മൾ ചായ കുടിക്കണത്, കോഫി കുടിക്കണ കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് മഗ്ഗുകൾ, ജ്യൂസ് ഗ്ലാസ്സുകൾ, അങ്ങനെ പല പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന കപ്പുകൾ, ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന കേട്ടോ. ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഒന്നുള്ളതല്ല. നമ്മൾ എന്ത് യൂസിനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിന്ന് എടുത്ത് യൂസ് ചെയ്യും. ഡിഷ് വാഷറിൽ കഴുകി ഉണക്കിയാണല്ലോ വരിക, അതങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത് വെക്കുകയും ചെയ്യും. അതെനിക്ക് ഭയങ്കര സൗകര്യം കേട്ടോ. അപ്പോൾ മാറ്റിയപ്പോൾ ഏറ്റവും സൗകര്യമായിട്ട് വന്നത് അതാണ്. കിച്ചൺ റിനോവേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ടാൻഡം ബോക്സ് കൊടുത്ത് ഇങ്ങനെ പാത്രം ഡിഷ് വാഷറിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കാനുള്ള സൗകര്യം ചെയ്തപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ടോ എനിക്കത്. ഇവിടെ അപ്പുറത്ത് ഞാൻ പ്ലേറ്റ്സുകൾ കാണിച്ചു തന്നല്ലോ. ആരെയും വരുമ്പോൾ അവിടെ നിന്ന് എടുക്കും. അല്ലാതെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഇത്രയും പ്ലേറ്റുകളെ ഞാൻ ഇവിടെ വെക്കുള്ളൂ കേട്ടോ. ഞങ്ങളാകെ 5 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 5 ആൾ യൂസ് ചെയ്യാനുള്ള പ്ലേറ്റ്, ട്രേ, അതേപോലെ സ്പാച്ചുലാസ് ഒക്കെ ഇവിടെ വെക്കും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ക്ലീൻ ആക്കാനും എളുപ്പമാണ്. എന്നും ഓൾമോസ്റ്റ് ഈ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ എടുത്ത് രണ്ടാമത് വെക്കുമ്പോൾ നമുക്ക് താഴെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനാക്കി എടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഇവിടെ ഒരു വിൻഡോ ഉണ്ട് നമുക്ക്. അതേപോലെ എയർ ഫ്രയറും ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോർ റൂമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അവിടെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണില്ല. ഈ ഒരു റാക്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ഓപ്പണായിട്ട് വെക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അവിടെ ആദ്യം ഒരു കബോർഡായിരുന്നു, ഇപ്പോൾ അത് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കിച്ചൺ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കൂടെ ചോദിക്കുക. ഞാൻ എല്ലാ കമൻസിനും മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒരു